ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കടല, കറുത്ത കടല പ്രോട്ടീന്, ഫൈബർ, ഇരുമ്പ്, വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ കറുത്ത കടല ആരോഗ്യത്തിന് ഏറെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ സസ്യാഹാരികൾക്ക് ഞാനൊക്കെ സസ്യാഹാരിയാണ്. അപ്പോൾ കടലയിലൂടെ പ്രോട്ടീൻ ലഭിക്കും. നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ ആരോഗ്യത്തിൽ ഏറ്റവും ഏറെ നല്ലത് എന്ന് പറയുന്നത് തന്നെ പയറുവർഗ്ഗങ്ങളാണ്. അതിനാൽ ഈ പയറുവർഗ്ഗങ്ങളിൽ ഒന്നായ നമ്മുടെ കടലയും പ്രധാനപ്പെട്ടതാണ്. കറുത്ത കടലയും വെളുത്ത കടലയും ഉണ്ടല്ലോ. എനിക്ക് കറുത്ത കടലയാണ് ഇഷ്ടം. കടലയിലെ കാർബോഹൈഡ്രേറ്റുകൾ പതുക്കെ ദഹിക്കുന്നതിന്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. രാവിലെ ഇത് കുതിർത്തോ മുളപ്പിച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പം നമ്മളത് രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം നൽകുന്നു. ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും നമുക്ക് വിളർച്ച അതിനെ തടയാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ദിവസവും രാവിലെ കഴിച്ചാൽ ശരീരത്തിന് ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്. കടല കുതിർത്ത കടല മഞ്ഞളിൽ കലർത്തി മുഖത്ത് പുട്ടുന്നത് നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്. അതുപോലെ ചെറുപയർ പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ്. ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു. പിന്നെ ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. മുളപ്പിച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. പോഷകഗുണം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ അമിതമായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. മുളപ്പിച്ച് സാലഡായോ തോരനായിട്ടോ ഒക്കെ കഴിക്കുന്നത് ഏറെ നല്ലതാണ്. പോഷകഗുണം വർദ്ധിപ്പിക്കാൻ കഴിയും. ചൂടോടെ ഇതൊക്കെ കഴിക്കണം, ചൂടോടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചെറുപയറിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അമിതമായി കഴിക്കുന്നത് വയറ് വീർത്ത് വരാനും ഗ്യാസ്, അതുപോലെ വയറുവേദന എന്നിവയ്ക്കൊക്കെ കാരണമാണ്. അപ്പോൾ എല്ലാത്തിനും ദോഷമുണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗുണമുണ്ട്, അമിതമായ അമൃതം വിഷമൊന്നുമില്ല. അപ്പം നമുക്ക് അതിന് ദോഷമുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ രാവിലെ കുറച്ച് കഴിച്ചാൽ മതി. 1 സ്പൂണിൽ 2 സ്പൂണൊക്കെ കഴിച്ചാൽ മതി. എന്നും കഴിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ നല്ല പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മളതൊക്കെ കഴിക്കണം. നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഗുണമല്ലേ ഉള്ളൂ നമുക്ക്. അല്ലാതെ നമുക്ക് വേറെ ഒന്നും നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആഹാരം നല്ലതായിട്ട് കഴിക്കുക. നമ്മൾ സസ്യാഹാരികൾക്കൊക്കെ നമ്മൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമായ ചെറുപയറും കടലയും ഒക്കെ കഴിക്കുന്നത്, വൻപയറൊക്കെ നല്ലതാണ്.